ലോകം ഇപ്പോൾ ശരിക്കും ഒരു ഗ്ലോബൽ വാർ സോണിലാണ് എന്ന് വേണം പറയാൻ. ഒരു വശത്ത് 2 വർഷമായി തുടരുന്ന റഷ്യ-യുക്രൈൻ യുദ്ധമുണ്ട്. അത് എങ്ങനെയെങ്കിലും ഒന്ന് അവസാനിക്കുമെന്ന് നമ്മൾ കരുതുമ്പോഴായിരുന്നു മറുവശത്ത് പശ്ചിമേഷ്യ കത്തുന്നത്. ഇസ്രായേലും ഇറാനും തമ്മിലുള്ള നേരിട്ടുള്ള യുദ്ധം വെറും ഒരു മിഡിൽ ഈസ്റ്റ് പ്രശ്നം മാത്രമല്ല. ഇത് എങ്ങനെയാണ് ആയിരക്കണക്കിന് മൈലുകൾ അകലെയുള്ള റഷ്യയും യുക്രൈനെയും ബാധിക്കുന്നത്? സമാധാന ചർച്ചകൾക്ക് തൊട്ടടുത്തെത്തിയ ഈ 2 രാജ്യങ്ങളെയും ഇറാൻ യുദ്ധം എങ്ങനെയാണ് പിന്നോട്ട് വലിക്കുന്നത്? ബാഡ് ന്യൂസ് ഫോർ പീസ് എന്ന് രാഷ്ട്രീയ നിരീക്ഷകർ വിളിക്കുന്ന ഈ പ്രതിസന്ധിയെക്കുറിച്ച് നമുക്കൊന്ന് വിശദമായി സംസാരിക്കാം. ആദ്യമേ പറയട്ടെ, റഷ്യയും യുക്രൈനും തമ്മിൽ ഒരു സീസ് ഫയർ വെടിനിർത്തലിന് വേണ്ടിയുള്ള രഹസ്യമായ നീക്കങ്ങൾ നടക്കുന്നുണ്ടായിരുന്നു. എന്നാൽ പശ്ചിമേഷ്യയിൽ ഇറാൻ ഒരു യുദ്ധത്തിലേക്ക് നീങ്ങിയതോടെ ആ സമാധാന ചർച്ചകൾക്ക് വലിയൊരു തടസ്സം നേരിട്ടിരിക്കുകയാണ്. എന്തുകൊണ്ടാണ് ഇത് സംഭവിക്കുന്നത്? സിമ്പിളായിട്ട് പറഞ്ഞാൽ, ലോകത്തിന്റെ ശ്രദ്ധ ഇപ്പോൾ യുക്രൈനിൽ നിന്ന് മാറി മിഡിൽ ഈസ്റ്റിലേക്ക് പോയിരിക്കുകയാണ്. യുക്രൈനിന് ലഭിച്ചിരുന്ന ആയുധങ്ങളും ഫണ്ടിങ്ങും ഇനി ഇസ്രായേലിലേക്ക് വഴിമാറുമോ എന്ന പേടി സെലൻസ്കിക്കുമുണ്ട്. അതേസമയം ഇറാൻ യുദ്ധത്തിൽപ്പെട്ടാൽ തങ്ങൾക്ക് ലഭിച്ചിരുന്ന ആയുധ സപ്ലൈ തടസ്സപ്പെടുമോ എന്ന ആശങ്കയിലാണ് വ്ളാഡിമിർ പുടിൻ. ചുരുക്കത്തിൽ, സമാധാനത്തിന് പകരം 2 രാജ്യങ്ങളും കൂടുതൽ കരുതലോടെ യുദ്ധം തുടരാൻ തീരുമാനിച്ചിരിക്കുകയാണ്. ഇവിടെയാണ് ഏറ്റവും ക്രിട്ടിക്കലായ ഒരു പോയിന്റ് ഉള്ളത്. റഷ്യ-യുക്രൈൻ യുദ്ധത്തിൽ പുടിന്റെ ഏറ്റവും വലിയ കരുത്ത് ആരായിരുന്നു? അത് ഇറാനിൽ നിന്നുള്ള ഡ്രോണുകളും മിസൈലുകളുമാണ്. ഷഹേദ് ഡ്രോൺസ് ഉപയോഗിച്ചാണ് റഷ്യ-യുക്രൈനിന്റെ ഊർജ്ജ നിലയങ്ങൾ പലതും തകർത്തത്. ഇപ്പോൾ ഇറാൻ നേരിട്ട് ഒരു യുദ്ധത്തിലേക്ക് വരുമ്പോൾ സ്വാഭാവികമായും അവർക്ക് അവരുടെ ആയുധങ്ങൾ സ്വന്തം സുരക്ഷയ്ക്കായി മാറ്റിവെക്കേണ്ടി വരും. അതായത് റഷ്യക്ക് ഇതുവരെ ലഭിച്ചിരുന്ന ആ വെപ്പൺ സപ്പോർട്ട് ഇനി കുറയുമെന്ന് സാരം. ഇത് പുടിന്റെ യുദ്ധതന്ത്രങ്ങളെ സാരമായി ബാധിക്കും. യുക്രൈനെ സംബന്ധിച്ചിടത്തോളം ഇത് ചെറിയൊരു ആശ്വാസമാണെങ്കിലും അമേരിക്കയുടെ ശ്രദ്ധ ഇസ്രായേലിലേക്ക് മാറുന്നത് അവർക്ക് വലിയൊരു തിരിച്ചടിയാണ്. മറ്റൊരു കാര്യം ലോകരാജ്യങ്ങളുടെ നിലപാടാണ്. റഷ്യ യുക്രൈനെ ആക്രമിച്ചപ്പോൾ അതിനെതിരെ നിന്ന പാശ്ചാത്യ രാജ്യങ്ങൾ ഇസ്രായേൽ ഗാസയെയും ലെബനനെയും ആക്രമിക്കുമ്പോൾ പുലർത്തുന്ന മൗനം ആഗോളതലത്തിൽ വലിയ ചർച്ചയായിട്ടുണ്ട്. റഷ്യ ഈ സാഹചര്യം മുതലെടുക്കുകയാണ്. പാശ്ചാത്യ രാജ്യങ്ങൾ പക്ഷാപാതപരമായാണ് പെരുമാറുന്നത് എന്ന് ലോകത്തിന് മുന്നിൽ കാണിക്കാൻ പുടിൻ ഇപ്പോൾ എളുപ്പമാണ്. ഇത് റഷ്യ-യുക്രൈൻ സമാധാന ചർച്ചകളിൽ തങ്ങൾക്ക് കൂടുതൽ അനുകൂലമായ നിലപാടുകൾ എടുക്കാൻ റഷ്യയെ പ്രേരിപ്പിക്കുന്നു. ഇറാൻ യുദ്ധം നീണ്ടുപോകുന്തോറും യുക്രൈന് ലഭിക്കുന്ന ഇന്റർനാഷണൽ സപ്പോർട്ട് കുറയുമെന്നത് പുടിന്റെ ഒരു കണക്കുകൂട്ടലാണ്. ഇനി നമുക്ക് പ്രവാസികളുടെയും സാധാരണക്കാരുടെയും കാര്യത്തിലേക്ക് വരാം. യുക്രൈൻ യുദ്ധം തുടങ്ങിയപ്പോൾ തന്നെ ലോകത്ത് എണ്ണവിലയും ഗോതമ്പ് വിലയും കുതിച്ചുയർന്നു. ഇപ്പോൾ ഇറാൻ കൂടി യുദ്ധത്തിൽ പങ്കാളിയാകുമ്പോൾ ഗ്ലോബൽ ഓയിൽ മാർക്കറ്റ് ആകെ കലുഷിതമാകും. ഹോർമസ് കടലിടുക്കിലെ പ്രശ്നങ്ങൾ കാരണം എണ്ണവില $100 മുകളിൽ പോകുന്നത് അത് റഷ്യയ്ക്കും ലാഭമാണ്. കാരണം ലോകത്തെ വലിയൊരു എണ്ണ ഉൽപ്പാദകരുമാണ് റഷ്യ. യുദ്ധത്തിനിടയിലും എണ്ണ വിറ്റ് പണമുണ്ടാക്കാൻ ഇത് റഷ്യയെ സഹായിക്കും. പക്ഷേ ഇന്ത്യ ഉൾപ്പെടെയുള്ള രാജ്യങ്ങളിൽ ഇത് വൻ പണപ്പെരുപ്പത്തിന് കാരണമാകും. നിങ്ങളുടെ നിത്യോപയോഗ സാധനങ്ങളുടെ വില മുതൽ വിമാന ടിക്കറ്റ് നിരക്ക് വരെ ഉയരാൻ പോകുന്നു എന്നാണ് ഇതിനർത്ഥം. ഏറ്റവും പുതിയ റിപ്പോർട്ടുകൾ പ്രകാരം ഒരു സമാധാന ചർച്ചയ്ക്കും റഷ്യ തയ്യാറായേക്കില്ല. ഇറാൻ സംഘർഷം അമേരിക്കയെ വല്ലാതെ തളർത്തിയിരിക്കുകയുമാണ്. യുക്രൈനെ സഹായിക്കണോ അതോ ഇസ്രായേലിനെ സംരക്ഷിക്കണോ എന്ന കാര്യത്തിൽ വൈറ്റ് ഹൗസ് ഒരു വലിയ കൺഫ്യൂഷനിലാണ് എന്ന് പറയണം. ഈ ഡിപ്ലോമാറ്റിക് വാക്വം അല്ലെങ്കിൽ നയതന്ത്രപരമായ വിടവ് മുതലെടുത്ത് യുക്രൈനിൽ കൂടുതൽ മുന്നേറ്റം നടത്താനാണ് റഷ്യയുടെ പ്ലാൻ. അതായത് നമ്മൾ പ്രതീക്ഷിച്ച സമാധാനം ഇനി പെട്ടെന്നുണ്ടാകില്ല എന്ന് സാരം. ഇറാനിലെ ഓരോ മിസൈൽ ആക്രമണവും യുക്രൈനിലെ യുദ്ധഭൂമിയിലും അതിന്റെ അലയൊലികൾ ഉണ്ടാക്കുന്നുണ്ട്. ഇതൊരു 3ാം ലോക മഹായുദ്ധത്തിലേക്ക് പോകുമോ? രാഷ്ട്രീയ നിരീക്ഷകർ പറയുന്നത് നമ്മൾ ഇപ്പോൾ തന്നെ ഒരു ലിമിറ്റഡ് വേൾഡ് വാർ സോണിലാണ് എന്നാണ്. പരോക്ഷമായി ലോകശക്തികളെല്ലാം ഈ 2 യുദ്ധങ്ങളിലും പങ്കാളികളാണ്. സമാധാനത്തിന് വേണ്ടി ലോകം കാത്തിരിക്കുമ്പോഴാണ് ഇറാൻ യുദ്ധം ഒരു വില്ലനായി അവതരിക്കുന്നത്. ഇത് റഷ്യ-യുക്രൈൻ ചർച്ചകളെ പൂർണ്ണമായും ഇല്ലാതാക്കുമോ? ചർച്ചകൾക്കും വിട്ടുവീഴ്ചകൾക്കും പകരം തോക്കുകൾക്കും മിസൈലുകൾക്കും പ്രാധാന്യം ലഭിക്കുന്നതോടെ ലോകം ഇന്ന് വലിയൊരു യുദ്ധകളത്തിന് സമാനമായി മാറിയിരിക്കുകയാണ്. ചുരുക്കത്തിൽ, ഇറാനിലെ തീയണഞ്ഞാൽ മാത്രമേ യുക്രൈനിലും ഒരു സമാധാനത്തിന് സാധ്യതയുള്ളൂ. ലോകം മുഴുവൻ ഒരു ചങ്ങല പോലെ ബന്ധിക്കപ്പെട്ടിരിക്കുന്നു. ഇറാന്റെ മണ്ണിൽ വീഴുന്ന ഓരോ മിസൈലും യുക്രൈനിലെ സമാധാന ചർച്ചകളുടെ മേൽ പതിക്കുന്ന കനത്ത പ്രഹരമാണ്. ലോകശക്തികൾ തങ്ങളുടെ ആയുധപുരകൾ നിറയ്ക്കുന്ന തിരക്കിലാകുമ്പോൾ സമാധാനം എന്നത് വെറും ഒരു വാക്കായി ഒതുങ്ങുകയാണ്. ആയുധങ്ങൾ കൊണ്ട് ചമച്ച ഈ പന്തലിന് താഴെ ലോകം എത്ര കാലം സുരക്ഷിതമായിരിക്കുമെന്നത് വലിയൊരു ചോദ്യചിഹ്നമാണ്. കൂടുതൽ വാർത്തകൾക്ക് News18 കേരളം യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.